ഹലോ എവ്രി വൺ. +2 എല്ലാം കഴിഞ്ഞ് 2025 ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്താണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 2025 ജെയ് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം, അതിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ബൈ ദ വേ, എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. ഞാൻ സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT മദ്രാസിൽ. അവിടെ നിന്ന് ബിടെക്കും എംടെക്കും ഒക്കെ കിട്ടി. അവിടെ ബ്രാഞ്ച് ടോപ്പറും മെഡലിസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നീട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, ജോലി ചെയ്യായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ടീച്ചിങ്ങിലേക്ക് വന്ന ഒരാളാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ കേരള എൻട്രൻസ് പരീക്ഷ, IIT JEE, അതേപോലെ തന്നെ ഗേറ്റ് എക്സാം, ഈവൻ മാത്സ് ഒളിമ്പ്യാഡിൽ ഉൾപ്പെടെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 13 വർഷത്തോളമായിട്ട് ഫുൾ ടൈം ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളാണ്. കറന്റ് ഐ ആം ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് സൈലം ലേണിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് മീ. പല ആളുകൾക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ JEE ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വൈ മാത്തമാറ്റിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മാത്തമാറ്റിക്സ് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്സ് എന്ന് പറയുന്നത് ഒരു കോർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആവുന്നതിൻ്റെ ഒരു കാരണം മാത്സ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവേണ്ടതാണ്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് ഒരു കോർ റിക്വയർമെൻ്റ് ആണ്. അത് JEE എൻട്രൻസ് ആയിക്കോട്ടെ, മറ്റ് എൻട്രൻസുകളായിക്കോട്ടെ, ഈവൻ എഞ്ചിനീയറിംഗിൽ പോയാലും ഒരു കോർ റിക്വയർമെൻ്റ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അനലറ്റിക്കൽ സ്കില്ല് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഈവൻ നമ്മൾ എഞ്ചിനീയറിംഗിലും അല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസിൽ ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ടാവും, ഫിസിക്സിൽ ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അത് അണ്ടർലൈങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗിന് വേണ്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ 80 to 90% ഓഫ് വാട്ട് എവർ യു ആർ ഗോയിങ് ടു ലേൺ ഇൻ എനി ബ്രാഞ്ച്, അത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇതിലൊക്കെ 80 to 90% ഒക്കെ എന്തായിരിക്കും, സോളിഡ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. കാരണം മാത്തമാറ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിൻ്റെ ഫൗണ്ടേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സബ്ജക്റ്റുകളായിരിക്കും നമ്മളവിടെ പഠിക്കുന്നുണ്ടാവാം. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം JEE മെയിനെ സംബന്ധിച്ചിടത്തോളം 1/3 വെയിറ്റേജ് ആണ് ഏതിനുള്ളത്, മാത്തമാറ്റിക്സിനുള്ളത്. എന്നാൽ കീമു, കുസാറ്റ് പോലുള്ള നമ്മളെ മറ്റു പരീക്ഷയിൽ എത്തിക്കഴിഞ്ഞാൽ 50% വെയിറ്റേജ് മാത്തമാറ്റിക്സിനാണ്. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്, നമ്മൾ പഠിക്കുന്ന 3 സബ്ജക്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്, മാത്തമാറ്റിക്സ് ആണ്. നമുക്കറിയാം മാത്തമാറ്റിക്സ് ഒക്കെ പറഞ്ഞാൽ നമ്മളെന്താ 1ാം ക്ലാസ് തൊട്ട് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു തുടങ്ങി. നമ്മൾ 1ാം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രി ഒന്നും വാക്ക് കേട്ടിട്ടില്ല. പക്ഷെ മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1ാം ക്ലാസ് മുതൽ നമ്മളൊരു ഭാഷയായിട്ട്, ഒരു ലാംഗ്വേജ് ആയിട്ട്, സയൻസ് എല്ലാം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാനുള്ള ഒരു ലാംഗ്വേജ് ആയി പഠിച്ച ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, JEE ലെവലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് സ്ട്രോങ് മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം. അപ്പോൾ നമുക്കറിയാം എൻട്രൻസ് എക്സാമിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഹൈലി മാത്തമാറ്റിക്കലാണ്, ഹൈലി ക്വാണ്ടിറ്റേറ്റീവ്, ഹൈലി ന്യൂമറിക്കലാണ്. ഓക്കെ, ഈവൻ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുക എന്താണ്, അത് സബ്ജക്റ്റുകളൊക്കെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണെങ്കിലൊക്കെ അതെന്താണ്, ഹൈലി മാത്തമാറ്റിക്കലായിരിക്കും ഈ സംഭവങ്ങളെന്ന് മനസ്സിലാക്കുക. അപ്പം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആപ്ലിക്കേഷൻ ഉള്ളതാണ് എന്തിൽ, ഫിസിക്സിലും കെമിസ്ട്രിയിലും. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് നല്ല സ്ട്രോങ് ആവുകയും വേണം. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സാണ്. ഇപ്പോൾ JEE മെയിനും JEE അഡ്വാൻസ് ഒക്കെ ആയിക്കോട്ടെ, നമുക്കൊരു മിനിമം സ്കോർ നേടിയെടുക്കാൻ നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയുമാണ് ഹെൽപ്പ് ചെയ്യുക. കാരണം റിലേറ്റീവ്ലി ഈസിയർ ഫിസിക്സും കെമിസ്ട്രി ഒക്കെയാണ്. പക്ഷേ ടോപ്പ് റാങ്കുകൾ ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിങ് മേക്കർ ഒക്കെ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, മാത്തമാറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള ആളുകളായിരിക്കും നിങ്ങളെന്ന് കരുതുന്നു. എന്നിരുന്നാലും പല ആളുകളും മാത്തമാറ്റിക്സ് JEEന്റെ വളരെ ടഫായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജനറലി. അതിനുള്ള കാരണം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മാത്തമാറ്റിക്സും ആക്ച്വലി നമ്മൾ പഠിക്കേണ്ട NCERT ബുക്കും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം NCERT പുസ്തകം എടുത്ത് നോക്കിയാൽ അതിൽ ഒരു വർഷത്തെ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ 1000-2000 പ്രോബ്ലംസ് ഒക്കെ ഒരു NCERT ബുക്കിലുണ്ടാവും. NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിൽ പിന്നെയും പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ബോർഡ് എക്സാമിന് നമ്മളൊരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി മേ ബി ഒരു 200-300 ക്വസ്റ്റ്യനുകളൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നുണ്ടാവും. എല്ലാവരുടെ കാര്യമല്ല, പക്ഷേ മെജോറിറ്റി ആളുകളും ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. എന്നാൽ NCERT പുസ്തകത്തിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്
ഉണ്ടാവും. പക്ഷെ ആ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ വറി ചെയ്യാറില്ല. കാരണം എന്താ, ബോർഡ് എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണോ നമ്മൾ പഠിക്കുക. NCERT ബുക്ക് അരച്ച് കലക്കി മുക്കും മൂലയും നമ്മൾ പഠിക്കാൻ സാധാരണ മെനക്കെടാറില്ല. അപ്പൊ നല്ല താല്പര്യമുള്ള ആളുകൾക്ക് എനിക്കറിയാം, പുസ്തകം മുഴുവൻ ചെയ്യുന്നവരുണ്ടാവും. ബുക്കിൽ എല്ലാ എക്സാമ്പിൾസും എക്സസൈസും മിസ്സലേനിയസ് എക്സാമ്പിളും മിസ്സലേനിയസ് എക്സസൈസും ഇതെല്ലാം കഴിഞ്ഞിട്ട് NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്ക് വരെ ചെയ്യുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല, പക്ഷെ ജനറലി നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മിനിമം സാധനം, പരീക്ഷയ്ക്ക് വേണ്ട മിനിമം സാധനം അത് പഠിച്ചാൽ മതി. കാരണം അത് പഠിച്ചാൽ നമുക്ക് എന്തോ ഫുൾ മാർക്ക് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷനിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറേയൊക്കെ റോട്ട് ലേണിംഗ് ആണ്. അതായത് മെക്കാനിക്കലി പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക, അതേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വരിക. അതേപോലെ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് നടക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എന്താണ്, കുറേയൊക്കെ മെമ്മറി ബേസ്ഡ് ആണ്. അതായത് അതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് എന്താണ്, ചിലപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്തേക്ക് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ ഒരു പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല മാത്തമാറ്റിക്സ്. കാരണം മാത്സ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പൊ അതാണ് അതിൽ വേറൊരു പ്രശ്നം, ചലഞ്ചായിട്ട് നമുക്ക് തോന്നുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈവൻ NCERT ഫുള്ള് തറവായിട്ട് കവർ ചെയ്താൽ പോലും JEE പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ NCERTക്കൊക്കെ കുറേ മേലെയാണ് JEE പ്രോബ്ലംസിന്റെ നിലവാരമുള്ളത്. നമ്മൾ പറഞ്ഞെന്താ, നമ്മൾ ഓൾറെഡി NCERT പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ JEEലേക്ക് വരുമ്പോൾ NCERTന്റെ ഒരുപാട് മുകളിലായിരിക്കും ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വലിയൊരു ഗ്യാപ്പ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതും ആക്ച്വൽ എക്സാമിൽ എക്സ്പെക്റ്റഡ് ലെവൽ തമ്മിൽ ഹ്യൂജ് ഗ്യാപ്പ് സാധാരണ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് മാത്തമാറ്റിക്സ് ടഫായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ കുഴപ്പമല്ല അത്, ശരിക്കും അത് സിസ്റ്റം, നമ്മൾ കടന്നു വന്ന സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. കാരണം നമ്മൾക്ക് ഇത്ര കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ, ആ രീതിയിലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ്. എന്നാൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, NCERT തൊറോ ആയിട്ട് മുക്കും മൂലയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണം. അതൊക്കെ മേലെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക വേണം. അപ്പൊ അതാണ് അതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ശരി, മാത്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്താണ് വഴി? അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മാത്സ് ഭയങ്കര നാച്ചുറൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പൊ ധാരാളം മാത്സ് ചെയ്താണ് മാത്സ് സ്കിൽ ഉണ്ടാക്കിയത്. അപ്പൊ ഓവർ ദി ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് പ്രാക്ടീസിൽ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവമാണ് മാത്തമാറ്റിക്സ് മനസ്സിലാക്കുക. അപ്പൊ മാത്തമാറ്റിക്സിൽ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ NCERT ബുക്ക് ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബേസിക് ബുക്സ് എന്ന് പറയുന്നത് എന്താണ്, NCERT ബുക്കാണ്. അപ്പൊ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ബുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കണം. അത് വെറുതെ മെമ്മറൈസ് ചെയ്യാതെ അല്ലെങ്കിൽ റോട്ട് ലേണിംഗിലേക്ക് പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ആൻഡ് അൾട്ടിമേറ്റ്ലി KPS എന്ന് വിളിക്കുന്ന സംഭവമുണ്ട്, നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ്. എന്താ നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ്? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് അവസാനത്തെ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടുന്നത് വരെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രെയിനിൽ തിങ്ക് ചെയ്യേണ്ട സംഭവമാണ്. ആ തിങ്കിങ് പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി എന്ന് പറഞ്ഞത്, ഒരു വഴി എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി എക്സ്ട്രീംലി ജീനിയസ്. രാമാനുജനെ പോലെയുള്ള ആളുകളൊക്കെ ആവണം. പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ, നമ്മളൊക്കെ സാധാരണ ആളുകളല്ലേ. നമ്മൾ സാധാരണ ആളുകളാണ്, പക്ഷെ നമ്മളെല്ലാവരും നല്ല ഇന്റലിജന്റ് ആയ ആളുകളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വഴി എന്ന് പറഞ്ഞാൽ ധാരാളം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ധാരാളം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ അത് വയേർഡ് ആയിരിക്കും. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് ക്ലിക്ക് ആവും. ഇത് പ്രോബ്ലം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലി വരും. ഓക്കെ, അതാണ് നമ്മൾ KPS എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ JEEന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഇന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ കമ്മിങ് അക്കാഡമിക് ഇയർ നമ്മൾ വീര, അതായത് നമ്മുടെ ഓഫ്ലൈൻ റിപ്പീറ്റർ ബാച്ച് ഹൈബ്രിഡ് മോഡലിലാണ് നടത്തുന്നത്. അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും ഡെമോൺസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാലും ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ JEE ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം, റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയോ? സമയമാണ് അടുത്തൊരു പ്രശ്നം. കാരണം നമ്മൾ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ഒക്കെ ക്ലാസ് തുടങ്ങി, എക്സാം വരാൻ പോകുന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരിയിൽ നമ്മൾ JEE വരും. അപ്പോൾ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ നിർത്തണം. എന്നാലാണ് ഒരു 45 ദിവസം നമുക്ക് റിവിഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന ഒരു 6 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കും ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു, പക്ഷെ ഒരു വർഷം ഫുൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ 6 മാസം ഉള്ളത്. അപ്പോൾ ടൈം വളരെ ലിമിറ്റഡ് ആണ്. ഈ 6 മാസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
ഈ 6 മാസം എങ്ങനെ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൽ നിന്നാണ് നമ്മളുടെ റിപ്പീറ്റർ ബാച്ച് ഓക്കെ നമ്മൾ ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ നീറ്റിൽ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ അത് റൺ ചെയ്ത് ടൈം ടെസ്റ്റഡ് ആയിട്ട് അതേപോലെ ഹെവിലി സക്സസ്ഫുൾ ലാർജ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കറിയാം കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഹൈബ്രിഡ് മോഡലിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്ന ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എൻട്രൻസ് എക്സാമിനും കൂടി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അതിൽ വേണ്ട ഫൈൻ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്ത് അതേപോലെ തന്നെ ടൈം ടെസ്റ്റഡ് ആയിട്ട് ഓക്കെ മൾട്ടിപ്പിൾ ഇറ്ററേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഇതിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് സെൽഫ് പേസ്ഡ് ലേണിംഗ് ആണ്. ഇപ്പോൾ ഹൈബ്രിഡ് മോഡൽ നടക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ഡേ വരുന്നു, ആ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം കംഫർട്ടിൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ നമ്മളെ ആപ്പിൽ നമ്മുടെ ടാബ്ലറ്റ് ഉണ്ടാവും, ആ ടാബ്ലറ്റിൽ ആപ്പിലെ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ കാണുന്നു. ആ റെക്കോർഡഡ് ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, നമുക്കതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവും, പ്രിന്റഡ് മെറ്റീരിയൽ ഉണ്ടാവും. ആ പ്രിന്റഡ് മെറ്റീരിയൽ ഒരു വർക്ക് ബുക്ക് മോഡലിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്ലാസ് നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒപ്പം നമ്മളത് നോട്ട് ഉണ്ടാക്കുകയും അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, നമുക്ക് സെൽഫ് പേസ്ഡ് ആയിട്ട് പോവാം. പല ആളുകളും പല സ്പീഡിലാവും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള സ്ഥലത്ത് വീഡിയോ പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യും 1.5x 2x ഒക്കെ വേണമെങ്കിൽ പോവാം. ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് നമ്മൾ വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി നല്ല തുറയാണെങ്കിൽ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, അത് ഓൾ ടുഗെദർ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മളുടെ പേസിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഇതിലെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഡേ 1 ക്ലാസ്സുകൾ നമ്മൾ കാണുന്നു. ഓക്കെ, ക്ലാസ് കണ്ടതിന് ശേഷം അതിലെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് ഏറ്റവും നല്ല ടീച്ചറെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ആപ്പിൽ ഉണ്ടാവുക. ആ ഇൻസ്ട്രക്ടർ ലെഡ് പ്രോബ്ലം സോൾവിങ് സെഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയതിന് ശേഷം ഈ നോട്ട്സ് എല്ലാം ഉണ്ടാക്കി മെറ്റീരിയൽ തന്നെ നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് മുറിയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്ന ഒരു മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊന്ന് സെൽഫ് ലേൺഡ് ആയിട്ട് പഠിക്കുന്നു, സെൽഫ് പേസ്ഡ് ആയിട്ട് പഠിക്കുന്നു, നമ്മുടെ സ്പീഡിൽ തന്നെ പഠിക്കുന്നു. അതേപോലെ നമ്മൾ ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യണം. ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം. ആ ക്ലാസ് നമുക്ക് വേണ്ട സമയത്തൊക്കെ പോസ് ചെയ്ത് സ്വന്തമായിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി ഓക്കെ അത്രയും സമയം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ഡേ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സായിട്ട് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഓഫ്ലൈൻ ക്ലാസ് കിട്ടാൻ പോവാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. കാരണം സാധാരണ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താവും, നമുക്ക് ചോദിക്കാനൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ഈ സബ്ജക്റ്റ് തീരെ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ തീരെ ടച്ച് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെയും ടീച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസ് നമ്മൾ പുതിയ പ്രോബ്ലംസ് ചെയ്യുന്നു, പിന്നെയും ടീച്ചറെ കൂടെ ഇരുന്ന് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള സൈലത്തിൻ്റെ എല്ലാ സെൻറ്ററുകളിലും സെയിം മെറ്റീരിയലും സെയിം സ്ലൈഡുകളും തന്നെയായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെൻറ്റർ ദാറ്റ് യു ആർ ഗോയിങ് ടു ചൂസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലാസ് റൂം ദാറ്റ് യു ആർ ഗോയിങ് ടു സിറ്റ്, നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ പോകുന്നത് സെയിം സിസ്റ്റവും സെയിം മെറ്റീരിയലും സെയിം സ്ലൈഡ്സും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷനിൽ കൂടെ പോകുന്നു. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മളൊരു ഡേ 1 പഠിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു മോക്ക് എക്സാമിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊന്നൊരു ഫീഡ്ബാക്ക് എടുക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്, എവിടേക്കാണ് നമ്മുടെ ഗ്യാപ്പുകൾ വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിനനുസരിച്ച് നമുക്ക് അന്നത്തെ ഓഫ്ലൈൻ ക്ലാസ് ബെസ്റ്റ് പോസിബിൾ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓൾറെഡി ആ സബ്ജക്റ്റ് ടച്ച് ഉണ്ടാവും. സാധാരണ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, ടീച്ചർ ഇങ്ങനെ ലെക്ചർ നടത്തുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പേടിയായിരിക്കും സംശയം ചോദിക്കാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അതിനുശേഷം നമ്മളൊരു എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുള്ളി നമ്മൾ വർഷങ്ങളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു മോഡലാണ്. നമ്മളുടെ സമയം, ആ ലിമിറ്റഡ് സമയം ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ്. ആൻഡ് അതിനൊക്കെ പുറമെ നമ്മൾ ക്ലാസ് മുറിയിൽ ടീച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് പുറമെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് പീരിയോഡിക്കലി ഡൗട്ട് ക്ലിയർ ചെയ്ത് തരികയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് പോർഷൻ തീർക്കാൻ പറ്റും. ഡിസംബർ 10 ആകുമ്പോഴേക്കും, അതായത് ആക്ച്വൽ ജെഇ ജനുവരിയിലെ ജെഇക്ക് 45 ദിവസം മുമ്പ് നമ്മൾ പോർഷൻസ് തീർക്കുകയും
പിന്നീട് സഫീഷ്യൻറ്റ് ടൈം റിവിഷനും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹൈബ്രിഡ് മോഡലിനെ കുറിച്ച് വീഡിയോസ് വരുന്നുണ്ടാവും. വളരെ സിമ്പിളാണ് കാര്യം. ഒരു ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്വന്തം കംഫർട്ടിലിരുന്ന് നമ്മളുടെ വീട്ടിലോ ഹോസ്റ്റലിലോ ഇരുന്ന് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ആ ക്ലാസ് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഡെയിലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ വറി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ടൈം ടേബിളിൽ തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്ക് നിങ്ങൾ വീഡിയോസ് കാണുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ആ വർക്ക് ബുക്ക് ഉപയോഗിച്ച് നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് ആ ലേണിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നത്തെ ദിവസം പിന്നെ നമ്മൾ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് വരാൻ പോകുന്ന ക്ലാസ് മുറിയിലേക്ക് വരുന്നു. അപ്പോഴേക്കും നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും സംശയം ചോദിക്കാനും ഒക്കെ ധാരാളം സമയം നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുണ്ടാവും. ആൻഡ് ഈ വർഷം നമ്മൾ മാത്തമാറ്റിക്സിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ പോവാണ്. മാത്സിന് 50% കൂടുതൽ സമയം നമ്മൾ തരാൻ പോവാണ്. അപ്പോൾ ആ മാത്സിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ 50% കൂടുതൽ സമയം, ഫിസിക്സും കെമിസ്ട്രിനേക്കാൾ കൂടുതൽ സമയം എക്സ്ട്രാ ഒരു അവർ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിന് ഓരോ ദിവസവും തരാൻ കൂടി പോവുകയാണ്. അപ്പം മാത്തമാറ്റിക്സിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം മാത്സ് റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെയാണ് മാത്സ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം മാത്സിന് പല ആളുകളുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമുക്ക് മാത്സിൽ നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാക്കിയെടുത്താൻ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്താൽ മതി. ധാരാളം പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട് താനും. പക്ഷേ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ചെയ്യാനുള്ള ബേസിക്സ് പല ആളുകൾക്കും മിസ്സിംഗ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളും NCERT ടെക്സ്റ്റ് ബുക്കിലെ NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിലെ പ്രോബ്ലംസും ഉൾപ്പെടെ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺസെപ്റ്റ് എല്ലാം പഠിച്ച് ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ലോജിക്കൊക്കെ പറഞ്ഞ് അതേസമയം എവിടെ എന്ത് ഫോർമുലയാണ് പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിലൂടെ പോകുന്നുണ്ടാവുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ക്ലാസ്സുകളുടെ ഒക്കെ വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ധാരാളം പ്രോബ്ലം സോൾവിങ് എൻകറേജ് ചെയ്ത് KPS, ഞാൻ നേരത്തെ പറഞ്ഞ നാക്ക് ഓഫ് പ്രോബ്ലം സോൾവിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോസ് ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസ് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് ബിഗ് സൈസ്ഡ് വീഡിയോസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ചെറിയ ഡ്യൂറേഷനുള്ള, ഓക്കെ, മേ ബി 5 മിനിറ്റ് മുതൽ ഒരു 20-25 മിനിറ്റുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ വീഡിയോസ് ഒരു ടോപ്പിക്ക് പഠിക്കുക, ആ വീഡിയോ കാണുക, അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോ. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു വരികയും ആ സംശയം ക്ലിയർ ആയുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വീഡിയോ ലെക്ചറിൽ ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഷോർട്ട് കട്ട്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസും NCERT എക്സാംപ്ലറുടെ പ്രോബ്ലംസും കേരള എൻട്രൻസിന്റെ പ്രോബ്ലംസ്, JEE മെയിൻ്റെ പ്രോബ്ലംസ് ആൻഡ് JEE അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാനിതിൽ ഇതാ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കിക്കേ, ഞാനിപ്പോൾ ട്രിഗ്നോമെട്രിന്റെ ക്ലാസ്സിന്റെ ഡേ 1 ആണ്. അപ്പൊ ട്രിഗ്നോമെട്രി നമുക്കറിയാം 10ാം ക്ലാസ്സിലെ പഠിച്ചുള്ള കാര്യമാണ്. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിച്ച ട്രിഗ്നോമെട്രിന്റെ ബേസിക്സ് ഓൺവേർഡ്സ് ഞാൻ അതിൽ തുടങ്ങുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ എന്താണോ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ആ ബേസിക് ഡെഫിനിഷൻ ഓൺവേർഡ്സ് ആണ് നമ്മൾ ട്രിഗ്നോമെട്രി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും അബ്സല്യൂട്ട് ബേസിക്സ് തന്നെയാണ് തുടങ്ങുന്നത്. അബ്സല്യൂട്ട് ബേസിക്സ് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. കാരണം അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും ആപ്പിൽ ഉണ്ടാവുക. അപ്പൊ അത് മനസ്സിലാക്കുക. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറിംഗ് ഒന്നും ഇല്ലാതെ നമ്മളുടെ സ്വന്തം സൗകര്യത്തിനനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും കാണാം. പക്ഷെ ഒരു തവണ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളെ മെറ്റീരിയൽ, വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി പ്രിന്റഡ് മെറ്റീരിയൽസ് തരുന്നുണ്ടാവും. അപ്പൊ ഈ പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് പാത്ത് അതിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 80 ദിവസമാണ് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നതെങ്കിൽ 80 ദിവസമായിരിക്കും നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവാം. അപ്പൊ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മെറ്റീരിയൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. Day 1, Day 2 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ മെറ്റീരിയലില് കൃത്യമായിട്ട് ഡിവൈഡഡ് ഇൻറ്റു ഡെയിലി സെക്ഷൻസ് ആൻഡ് സബ് സെക്ഷൻസ്. ആ ഓരോ സെക്ഷൻ എടുത്തു നോക്കിയാലും അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ വെച്ചാൽ പ്രോഗ്രസീവ് ഡിഫിക്കൽട്ടി ലെവൽ. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് തൊട്ട് പതുക്കെ അത് ഞാൻ പറഞ്ഞു NCERT ടെക്സ്റ്റ് ബുക്കും NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കും കവർ ചെയ്ത് അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രോബ്ലംസ് നമ്മളതിൽ ചെയ്യുന്നുണ്ട്.
ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ്, അറൌണ്ട് 5000 മേലെ പ്രോബ്ലംസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാവും. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നു, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സമയം കൊണ്ട് ഇത്രയും നമ്പർ ഓഫ് പ്രോബ്ലംസ് വേറെ ആരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവില്ല. നമ്മൾ ക്ലാസ് മുറിയിൽ കവർ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സിലുമായിട്ട് 5000-ലധികം പ്രോബ്ലംസ് നമ്മൾ മാത്തമാറ്റിക്സിൽ കവർ ചെയ്യുന്നുള്ള ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതും ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള ഹാൻഡ് പിക്ക് പ്രോബ്ലംസ് അതിലുണ്ടാവും. ആൻഡ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡുവൽ ഫങ്ഷനാലിറ്റിയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കാണ്, ഇത് കംപ്ലീറ്റ് റെഫറൻസ് ബുക്കാണ്. കാരണം ഇതിൽ എല്ലാ ഫോർമുലകളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഇതൊരു വർക്ക് ബുക്കുമാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതിന് വർക്കൗട്ട് ചെയ്യാനുള്ള സ്പേസ് ഉൾപ്പെടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്കത് വളരെ കളർഫുള്ളും എൻഗേജിംഗ് ആയിട്ടുള്ള വിഷ്വൽ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രിന്റഡ് വേർഷൻ കളർ കോപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിക്കേ, നമ്മുടെ ഈ മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മെറ്റീരിയലാണ് കാണുന്നത്. അതിൻ്റെ ഡേ 1 ആണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ ആപ്പിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തൊട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടോ, നമ്മളിതാ NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസും കേരള എൻട്രൻസിനുള്ള ക്വസ്റ്റ്യൻസ്, കേരള എൻട്രൻസിന് വന്ന ക്വസ്റ്റ്യനുകൾ. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ടോപ്പിക്കിലേക്ക് പോയി, നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോയി. ആ സെക്കൻഡ് ടോപ്പിക്കിലും ബേസിക് കാര്യങ്ങളെല്ലാം അഗെയിൻ ഇതൊക്കെ 10ാം ക്ലാസ് ലെവൽ കാര്യങ്ങളാണ്. 10ാം ക്ലാസ് ലെവൽ കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് അഗെയിൻ കണ്ടോ, 10ാം ക്ലാസ് ലെവൽ കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് ധാരാളം പ്രോബ്ലംസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അഗെയിൻ ഇതെല്ലാം 10ാം ക്ലാസ് കാര്യങ്ങളാണ്. ഇതെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കേരള എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. ഇവിടെയൊന്നും JEE ക്വസ്റ്റ്യനുകൾ കാണുന്നുണ്ടാവില്ല. ഇവിടെയൊക്കെ ബേസിക് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താവും, IIT അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ വരെ പൈതഗോറിയൻ ഐഡന്റിറ്റീസ് എത്തുമ്പോഴേക്കും IIT അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. IIT JEE 2009 ക്വസ്റ്റ്യൻ, അങ്ങനെ അത് കൃത്യമായിട്ട് JEE മെയിൻ 2021 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കും NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കും കീമിലെ പ്രോബ്ലംസും അതേപോലെ തന്നെ JEE മെയിൻ്റെ പ്രോബ്ലംസ്, JEE അഡ്വാൻസിന്റെ പ്രോബ്ലംസ്, ഇതെല്ലാം തറവായിട്ട് കവർ ചെയ്തിട്ടാ. പണ്ട് ഒരിക്കൽ IITക്ക് ചോദിച്ച ചോദ്യം, അത് നമ്മുടെ NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. JEE മെയിൻ വന്ന ക്വസ്റ്റ്യൻ കണ്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. IIT JEE 1995 വന്നു, അത് NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിൽ വന്നു. അത് ആ ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ 2019 JEE മെയിൻ മോഡിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് ആണ് നമ്മളെ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിത് നിങ്ങൾക്ക് പ്രിന്റഡ് ഫോമിൽ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. കളർഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രിന്റഡ് ഫോമിൽ കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ്. നമ്മളുടെ ഈ മെക്കാനിസം എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ, വലിയൊരു പ്രോബ്ലം, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ്. ആ ടൈമിനുള്ളിൽ എങ്ങനെ മാത്സ് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇതേ മെക്കാനിസം തന്നെയാണ്, ഞാൻ മാത്സിനെ കുറിച്ച് സ്പെസിഫിക്കലി പറയാണ്, പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ റിവിഷൻ എങ്ങനെ ചെയ്യാം, അതേപോലെ ഹൈ ക്വാളിറ്റി പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതേസമയം എന്താണ് ബേസിക്സ് ഓൺവേർഡ്സ് ഉള്ള കാര്യങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മെറ്റീരിയൽ NCERT മുതൽ കീമ് മുതൽ JEE മെയിൻ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യനുകൾ വേറെവർ റിക്വയർഡ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത കൊല്ലം ഒക്കെ നിങ്ങൾ കേരള എൻട്രൻസും JEE മെയിനൊക്കെ മോറോലെസ് സെയിം ഡിഫിക്കൽറ്റി ലെവലുകളായിരിക്കും, അല്ലെങ്കിൽ സെയിം പാറ്റേണിലുള്ള എക്സാംസ് ആയിരിക്കും. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് മാറിയല്ലോ കീമൊക്കെ. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഒരേ സമയം ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഇതിലേക്കൂടെ സാധിക്കും. ഓൾറെഡി നല്ല ബേസിക്സും കാര്യങ്ങളുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ആ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം പോവാം. കൂടുതൽ സമയം എടുക്കേണ്ടവർക്ക് കൂടുതൽ സമയം എടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നീറ്റിൽ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് ഹൈലി സക്സസ്ഫുൾ ആയ ഒരു മോഡൽ കൂടിയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മളിത് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങളിത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ 99% ലഭിക്കാൻ പറ്റുമെന്നുള്ള ഗ്യാരണ്ടി കൂടി ഇതിൻ്റെ കൂടെ ഞാൻ തരികയാണ്. കാരണം അത്രമാത്രം റിഗറസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോണത്. അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസും അതേപോലെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള
അടിപൊളി സംഭവമാണ് കാത്തിരിക്കുന്നത്. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു ബിക്കം എ പാർട്ട് ഓഫ് ദിസ് വീര JEE 2025 ബാച്ച്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ക്ലാസ് മുറിയിൽ കണ്ടുമുട്ടാം. സി യു, ബൈ ബൈ.